ഹായ്, എല്ലാവർക്കും പേൾപ്പിനിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇപ്പൊ ഞാനിവിടെ കത്തിയൊക്കെ ആയിട്ട് ഇരിക്കണത് കുറച്ച് ബോക്സ് ഉണ്ട് എന്റെ ചുറ്റിനും. അപ്പോൾ ആമസോണിൽ നിന്ന് റൂം ഡെക്കോർ ആയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാലാന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഇത് എന്താന്ന് നോക്കാം. ഇത് വാൾപേപ്പർ ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ട് ബേബി പിങ്ക് കളറിലെ വാൾ സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 45 ഇൻറ്റു 330 സെന്റിമീറ്റർ ആണ് കേട്ടോ. 45 സെന്റിമീറ്റർ വീതിയും 330 സെന്റിമീറ്റർ നീളവുമായിരിക്കണം. ഇങ്ങനത്തെ രണ്ടെണ്ണമാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അടുത്ത ബോക്സ് ആണിത്. ഇത് എന്താണെന്ന് നോക്കാം കേട്ടോ. തെർമോക്കോളൊക്കെ വെച്ച് നന്നായിട്ട് സെക്യൂർ ചെയ്തിട്ടാണ് കേട്ടോ അവര് സെൻഡ് ചെയ്തേക്കണത്. ഇതൊരു പെൻ ഹോൾഡർ ആണേ. കണ്ടോ, നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് സൈഡില്. ഇതാണ് പെൻ ഹോൾഡർ. നമുക്ക് ഇതിന്റെ ഒരു പേപ്പർ പ്ലാസ്റ്റിക് കവർ കോട്ടിങ് ഉണ്ട് ഇതിൽ. ഇതൊക്കെ കളയാം. ചെറിയ പെൻ ഹോൾഡർ ആണെങ്കിൽ ഒരു 3 ക്യാബിൻ ഉണ്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അവർ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും പെന്നോ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റഡി ടേബിളിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ബാക്കിൽ ഫോൺ സ്റ്റാൻഡ് ആയിട്ട് ഉപയോഗിക്കാം, ഫ്രണ്ടിൽ നമുക്ക് വേറെ എന്തെങ്കിലും വെക്കാനായിട്ടും ഉപയോഗിക്കാം കേട്ടോ. ഇനി അടുത്തത് ഇതാണ്. ഇതെനിക്ക് തോന്നുന്നത് വാൾ സ്റ്റിക്കേഴ്സ് ആണ് തോന്നുന്നുണ്ട്. പേപ്പർ പോലെ ആയിരിക്കണം. വാൾ സ്റ്റിക്കേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് സ്റ്റിക്കേഴ്സ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. വാളിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഇത് സ്റ്റിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഏരിയയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ഇത് വെക്കാം. ഇന്ന ഷേപ്പിലെ വെക്കാൻ പാടൊന്നൊന്നുമില്ല. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് സ്റ്റിക്ക് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ മാനുവലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഇതെന്താണാവോ, പിടുത്തം കിട്ടാനില്ല. ഇത്രയുള്ള കാര്യം. രണ്ട് ഐറ്റം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇതൊരു വാൾ ഹാങ്ങിങ് ആണേ. ഇതിനെന്തെന്നാ പറഞ്ഞ, ഇത് ഒരു മോട്ടിവേറ്റിംഗ് വാൾ ഹാങ്ങിങ് ആണ്. വുഡൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കണേ. വുഡൻ എന്ന് പറഞ്ഞാൽ മൈക്കാണെന്ന് തോന്നുന്നു ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലൈവുഡിന്റെ പോലെ തന്നെ ഉള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഗോൾഡൻ കളറിലെ ത്രെഡ് വെച്ചിട്ട് ആണ് ഇത് ഹാങ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. ഒരു എസ്തെറ്റിക് ലുക്കിലാണ് ഇതിന്റെ ഡിസൈൻ അവർ ചെയ്തിരിക്കുന്നത്. സൈഡൊക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന രീതിയിലുള്ള ആണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിന്റെയൊക്കെ റേറ്റ് ഞാൻ കൊടുത്തേക്കാട്ടോ ഡിസ്ക്രിപ്ഷനിൽ. ഈ ബോക്സിൽ ഇത് 599 സാധനമാണ്. ഇതൊരു കലണ്ടർ ആണേ. ടേബിളിൽ വെക്കാനുള്ള കലണ്ടർ ആണേ. 2025
സിമ്പിൾ ആയിട്ടുള്ള ഒരു കലണ്ടറാണ് കേട്ടോ, ടേബിളിൽ വെക്കുന്ന കലണ്ടറാണേ. അത്യാവശ്യം നല്ല വലിയ കോളമാണ്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും നോട്ട് ചെയ്യണമെങ്കിലും ഇതിൽ നോട്ട് ചെയ്യാൻ പറ്റും. അത് കൂടാതെ അവരായിട്ട് തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഓർമ്മിക്കണമെങ്കിൽ അതനുസരിച്ച് ഈ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചാൽ മതി. ഹോസ്പിറ്റലിൽ പോകാനോ ബില്ല് പേ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ ആരുടെയെങ്കിലും ബർത്ത്ഡേ വിഷ് ചെയ്യാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച്, അല്ലെങ്കിൽ പർച്ചേസിങ്ങിന് പോകാനോ അങ്ങനെ ഏത് ആ ഒരു ദിവസം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ അനുസരിച്ച് ഒട്ടിക്കാവുന്ന സ്റ്റിക്കേഴ്സും കൂടി ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു നല്ല ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയുള്ളത് അത്യാവശ്യം വലിയൊരു ബോക്സ് ആണ്. ഇത് ബുക്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. പ്ലാസ്റ്റിക്കിന്റെ തട്ടുള്ള സ്റ്റാൻഡാണ്, പൈപ്പ് പോലെ ഇരിക്കുന്ന ഓപ്പൺ ആയിട്ടുള്ള സ്റ്റാൻഡ് തന്നെയാണ്, എങ്കിലും തട്ട് കാണിച്ചു തരാം. അതിന്റെ വടിയൊക്കെ കാണാൻ ഭംഗി കേട്ടോ സ്റ്റാൻഡിന്റെ. നമുക്കിത് സെറ്റ് ചെയ്യാം കേട്ടോ. നാല് വീലും കൂടി ഉണ്ടേ, നമുക്ക് എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്, വലിച്ചുകൊണ്ട് നടക്കാനായിട്ട്. തീരെ വെയിറ്റ് കുറഞ്ഞ ടൈപ്പ് അല്ല കേട്ടോ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, നല്ലതാണ്, പെട്ടെന്ന് ചീത്തയായി പോകുന്ന രീതിയിലുള്ളതല്ല. അപ്പൊ ഞാൻ മോളുടെ ബുക്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണിത്. 4 തട്ടിന്റെ ആണ് കേട്ടോ, 4 തട്ടിന്റെ ആണേ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഫിറ്റ് ചെയ്ത് കാണാം. മോളാണ് എന്നെ ഹെൽപ്പ് ചെയ്യണത്. അവൾ എന്നെ ഹെൽപ്പ് ചെയ്യണതിന് വലിയൊരു കാര്യമുണ്ട്, ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ആ 2 കാലും കൂടി എടുക്ക്. ആണ് സ്റ്റാൻഡ് വാങ്ങിയത്, പ്ലാസ്റ്റിക്കിന്റെ ആണ്. കാല് വിലക്കുറവൊന്നും തോന്നണില്ല കേട്ടോ. ഇത് തട്ടാണെങ്കിലും അത്യാവശ്യം ബലമുള്ള ടൈപ്പാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ വീലാണ്. വീല് തള്ളിക്കൊണ്ട് നടക്കാം, വലിയ ടൈറ്റ് ഒന്നുമില്ല. സാധാരണ നമ്മൾ മെറ്റലിന്റെ വാങ്ങിക്കുമ്പോൾ ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും, ഇത് പക്ഷെ അങ്ങനെയൊന്നുമില്ല, എല്ലായിടത്തോട്ടും റൊട്ടേറ്റ് ചെയ്യണ വീലാണ്. ഇത് കണ്ടോ, നല്ല സിമ്പിൾ ആയിട്ട് തള്ളിക്കൊണ്ട് നടക്കാം. ബുക്സ് ഒക്കെ വെച്ചാൽ നമുക്ക് ഇടയ്ക്കൊന്ന് ഒന്ന് മാറ്റി വേറെ എങ്ങോട്ടെങ്കിലും വെക്കണമെന്ന് തോന്നുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ്. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട്, അവൾക്കൊരു സെപ്പറേറ്റ് റൂം വേണമെന്ന് ആഗ്രഹം കുറച്ച് നാളായി പറയാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇപ്പോഴാണ് അതിനുള്ള ഒരു സാഹചര്യം ദൈവം ഒരുക്കി തന്നത്. എല്ലാത്തിനും ദൈവത്തിന്റെ ഒരു ഇതില്ലാണ്ട് പറ്റൂലല്ലോ നമുക്ക്. പെട്ടെന്ന് ഒരു ദിവസം അവർക്ക് സെപ്പറേറ്റ് റൂം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുക്കി കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിന്റെ എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുമ്പോഴാണ് നമ്മളും കൂടി ഒന്ന് അങ്ങോട്ട് ശ്രമിക്കുക. അപ്പൊ ഇപ്പൊ അതിനുള്ള സാഹചര്യം വന്നു. അപ്പൊ ഞാൻ ഓർത്തന്ന് അവർക്ക് അത് ശരിയാക്കി കൊടുക്കാൻ കുറെ നാളായിട്ട് പറയുന്ന ആഗ്രഹമില്ലേ എന്ന് കരുതിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇപ്പൊ വാങ്ങിച്ച് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഇനി കുറച്ച് സാധനങ്ങളും കൂടി ഒന്ന് ഒപ്പിച്ചെടുക്കാനുണ്ട്, അതിനുശേഷം മേക്ക് ഓവർ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ആണെങ്കിലും ഒത്തിരി റേറ്റിന്റെ സാധനങ്ങളൊന്നും അല്ല. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആഗ്രഹിക്കുന്ന എല്ലാ പാരൻസിനും ട്രൈ ചെയ്യാവുന്ന കാര്യങ്ങളാണിത്. എന്നുവെച്ചാൽ നമ്മൾ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ച് കാശ് കളയേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ പഠന കാലഘട്ടത്തിലേക്ക് മാത്രം ഉപയോഗിക്കുന്ന സാധനങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പൊ ഒരുപാട് നാളൊന്നും കാലങ്ങളോളൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്. അത് അവരുടെ ഇഷ്ടത്തിന്, അവരുടെ ഒരു ഏണിങ്ങിന്റെ ഒരു, അല്ലെങ്കിൽ എന്താ പറയുക, ജോലി ചെയ്യുന്ന ഒരു സമയമാകുമ്പോഴേക്കും അവർ ഇതൊക്കെ മാറ്റി അവരുടെ ഇഷ്ടത്തിന് വേറെ രീതിയിലായിരിക്കും ഡെക്കർ ചെയ്യാൻ പോണത്.
അപ്പൊ ഇപ്പൊ അവരുടെ നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന കാലത്തോളം മാത്രമേ അവർ ഇതൊക്കെ ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ എന്റെ വിശ്വാസം. അപ്പൊ ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം വാങ്ങിക്കാണ്ട് ലോ കോസ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇത് ഇപ്പൊ വലിയ ലോ കോസ്റ്റ് അല്ല, എന്നാൽ വലിയ കോസ്റ്റ്ലിയും അല്ല, മീഡിയം ഒരു റേഞ്ചിൽ നിൽക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുട്ടൂത്തി എന്നിട്ടാണ് ഞാൻ പറയണത്, എല്ലാവരും ഒന്ന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഇന്നതായിരുന്നു നല്ലത്, അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്യുന്നതായിരുന്നു നല്ലത് എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് കമന്റ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.